ഇവിടെ ഒരാൾ തലകറങ്ങി റെയിൽ പാളത്തിലേക്ക് വീഴുന്നു. ആ ട്രാക്കിൽ തന്നെയാണ് ട്രെയിൻ വന്നുകൊണ്ടിരിക്കുന്നതും. പക്ഷേ ഇത് കണ്ടുനിന്ന ഒരാൾ പോലും ആ മനുഷ്യനെ രക്ഷിക്കാൻ തയ്യാറായിരുന്നില്ല. എല്ലാവരും അത് വീഡിയോ എടുക്കുന്ന തിരക്കിലായിരുന്നു. ഈ അപ്പൂപ്പൻ ഒന്നും ചിന്തിക്കാതെ പാളത്തിലേക്ക് ഇറങ്ങി അയാളെ എഴുന്നേൽപ്പിക്കാൻ ശ്രമിക്കുന്നു. ഇത് കണ്ടതോടെ കുറച്ച് ആളുകളും കൂടി വന്ന് അപ്പൂപ്പനെ സഹായിക്കുന്നു. സത്യത്തിൽ ഈ അപ്പൂപ്പനും ആ ട്രെയിനിന് മുന്നിൽ ചാടി മരിക്കാൻ വന്നതായിരുന്നു. അങ്ങനെ ജീവിതം അവസാനിപ്പിക്കാൻ തയ്യാറായി അപ്പൂപ്പൻ പാളത്തിൽ തന്നെ നിൽക്കാൻ തുടങ്ങി. ട്രെയിനും അദ്ദേഹത്തിനു നേരെ തന്നെ അടുത്തുകൊണ്ടിരിക്കുകയാണ്. ആ സമയത്താണ് അപ്പൂപ്പൻ പ്ലാറ്റ്ഫോമിൽ നിൽക്കുന്ന ഒരു പയ്യൻ തന്നെ നോക്കി നിൽക്കുന്നത് അദ്ദേഹം കണ്ടത്. അതോടെ അടുത്ത തലമുറയ്ക്ക് താനൊരു തെറ്റായ ഉദാഹരണം ആവരുതെന്ന് ചിന്തിച്ച് അദ്ദേഹം വേഗം തന്നെ പ്ലാറ്റ്ഫോമിലേക്ക് കയറുന്നു. യഥാർത്ഥത്തിൽ ഇദ്ദേഹത്തിന് ഇപ്പോൾ സ്വന്തമെന്ന് പറയാനായി ആരുമില്ല. ആകെയുണ്ടായിരുന്നത് ഭാര്യയായിരുന്നു. കുറച്ച് വർഷങ്ങൾക്ക് മുമ്പ് ഭാര്യയും മരിച്ചു. ഏകാന്തത ആ മനുഷ്യനെ വല്ലാതെ അലട്ടിയിരുന്നു. അങ്ങനെ ഒരു ദിവസം അയാളുടെ വീടിനടുത്തായിട്ട് ഒരു ഫാമിലി താമസത്തിനെത്തി. അവിടെയുള്ള കൊച്ചുകുട്ടികളുമായി ഇടപെടാൻ ആരംഭിച്ചതോടെ അദ്ദേഹത്തിന്റെ ജീവിതം മാറാൻ തുടങ്ങി. ഇനിയും കൂടുതൽ കാലം ജീവിക്കണമെന്ന ആഗ്രഹം തോന്നി തുടങ്ങി. അങ്ങനെ അദ്ദേഹത്തിന്റെ അവസാന ശ്വാസം വരെ ആ കുടുംബത്തിന് ഒരു അപ്പൂപ്പനായി ജീവിച്ചു. മാത്രവുമല്ല അദ്ദേഹത്തിന്റെ മുഴുവൻ സ്വത്തും ആ കുടുംബത്തിന്റെ പേരിൽ എഴുതി വെക്കുകയും ചെയ്തു.